നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ട്രയംഫ് സ്പീഡ് 400 എന്ന ബൈക്കിന്. ബ്രോ, ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. ബേസിക് ഡീറ്റെയിൽസ് വരുമ്പോൾ ഇതൊരു കമ്മ്യൂട്ടഡ് മോഡൽ ബൈക്കാണ്. ഓക്കെ. സോ ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി യൂസിനും അത്യാവശ്യം ലോങ് ഒക്കെ പോകാനായിട്ട് നല്ല കംഫർട്ടായിരിക്കും വണ്ടി. സോ ഇതിൽ വരുമ്പോഴത്തേക്കും 37.5 ടോക്ക് വരുന്നുണ്ട്, 40 bhp വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റൈഡിങ് കംഫർട്ടാണ് വണ്ടിക്ക്. ഇപ്പം ബാക്ക് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ വരുമ്പോഴത്തേക്കും റൈഡ് ബൈ ഓവറാണ് വരുന്നത്. സോ ടോട്ടൽ റെസ്പോൺസ് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും കൊടുക്കുന്ന റെസ്പോൺസ് കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നല്ല രീതിക്ക്. സോ സഡൻ പിക്കപ്പാണ് വരുന്നത്. 6 ഗിയർ ഗേറ്റ് ബോക്സ് ആണ്, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. സോ പിന്നെ നമുക്ക് അക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അക്സസറീസ് വരുന്നുണ്ട് ഇതിനകത്ത്. എല്ലാം സ്പീഡിൻ്റെ കൂടെ വരുന്നുണ്ട്. സ്പീഡ് സീറ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, സിംഗിൾ സീറ്റ് വരുന്നുണ്ട്, ടോപ്പ് ബോക്സ് വരുന്നുണ്ട്, പിന്നെ ലഗേജ് റാക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കൂടെ ഈവൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിതിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നുന്നത് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ തന്നെയാണ്. നല്ല ഫില്ലായിട്ടുള്ള എഡ്ജിൻ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിൽ മെയിനായിട്ട് വരുമ്പോഴത്തേക്കും വരുന്നത് ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണ് ഇത്. ഇതിൽ കൂടുതലായിട്ട് വരുമ്പോൾ എഞ്ചിനീയറിംഗ് സൈഡാണ്. ഇപ്പോൾ വെൽഡിംഗ് ആയിരുന്നാലും എന്തായിരുന്നാലും ഇതിന്റെ മേക്കിംഗ് വരുന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറവോ ഒരു കുറ്റമോ പറയാൻ പറ്റത്തില്ല. ഫിനിഷിംഗ് ആണ്, പക്ക ഫിനിഷിംഗ് ആയിട്ടാണ് വണ്ടി ചെയ്തേക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ഇതിൽ വരുമ്പോഴത്തേക്കും സൈലൻസറിന്റെ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്രോം ഫിനിഷ് അതിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. മൊത്തത്തിൽ ആ ഡിസൈൻ സൈലൻസർ അങ്ങനെ ബാക്കി ഫുള്ള് ബ്ലാക്ക് എലമെന്റ്സ് ആണ്. ഇത് കൂടുതൽ മെറ്റൽ ബോഡിയാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് ഒന്നും വരുന്നില്ല. മെറ്റൽ ബോഡിയാണ്. ഓക്കെ. അപ്പോൾ അതിന് വെയിറ്റ് എങ്ങനെ വരുന്നത്? ഇത് വെയിറ്റ് വരുമ്പോൾ 175 ആണ് വെയിറ്റ് വരുന്നത്. 175 kg. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് വണ്ടി ഡിസൈൻ. നമുക്ക് റണ്ണിങ്ങിൽ ഒരിക്കലും ഈ ഒരു വെയിറ്റ് ഫീൽ ആവത്തില്ല. വളരെ ഫ്രീ ആയിട്ടായിരിക്കും വണ്ടി പോകുന്നത്. ഓക്കെ. ഗ്രൗണ്ട് ക്ലിയറൻസും പ്ലാൻ ഫുട്ട് എല്ലാവർക്കും ഒരു അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരു ഹൈറ്റ് ഉള്ള ആൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈൻ കാരണം നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. കുറച്ചുകൂടെ ഫ്രീ ഹാൻഡ്ലിംഗ് നല്ല ഈസിയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബൾക്കി ഫീൽ ആയിട്ട് തോന്നുമെങ്കിലും വണ്ടി റണ്ണിങ്ങിൽ നമുക്ക് ഭയങ്കര ലൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് ബ്ലൂ കളർ. എത്ര കളർ വേരിയന്റ്? നമുക്ക് മൊത്തം ടോട്ടൽ 3 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാന്റം ബ്ലാക്ക് വരുന്നുണ്ട്, കാസ്പിയൻ ബ്ലൂ, കാർണിവൽ റെഡ്. അപ്പോൾ ഈ കളർ അനുസരിച്ച് പ്രൈസ് ഡിഫറൻസ് ഇല്ല, സെയിം പ്രൈസ് ആണ്. ഓക്കെ. ഈ വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണോ ഉള്ളത്? എന്തെങ്കിലും അക്സസറീസ് ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോൾ അക്സസറീസ് ലോഡ് ചെയ്ത മോഡലാണ്. സോ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുണ്ട്, ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ലോവർ എഞ്ചിൻ ബാർ വെച്ചിട്ടുണ്ട്. 2 സൈഡ് നീ പാഡ് വെച്ചിട്ടുണ്ട്, ടാങ്ക് പാഡ് വരുന്നുണ്ട്. സോ മിറേഴ്സ് എക്സ്ട്രാ ആണിത്. നമുക്ക് റാൻഡംലി വരുമ്പോലെയല്ല, ഇത് സെപ്പറേറ്റഡ് മിററാണ് വെച്ചിരിക്കുന്നത്. ഒരു ക്രോം ഫിനിഷ് വന്നിട്ട് ട്രയംഫിന്റെ ലോഗോ ഒക്കെ വരുന്ന ഒരു മിററാണ്. അപ്പോൾ നോർമലി മറ്റേ വേറൊരു മിററാണ്, സാധാ മിറർ തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് വരുന്നില്ല. സ്റ്റോക്ക് ആയിട്ട് വരുന്നത് ഫൈബർ ആണ്. ഇതിപ്പോൾ സെറാമിക് കോട്ടഡ് ആണ്. ഓക്കെ. ലൈറ്റ്സ് ഫുൾ LED അല്ലേ? ലൈറ്റ്സ് എല്ലാം LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ബാക്കും ABS ഡിസ്ക്, ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. സോ ഇതിൽ ABS നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് സ്വിച്ചബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ സൈലൻസറിന്റെ ഡിസൈൻ കാണുമ്പോൾ ഹീറ്റ് ഇഷ്യൂ വരുമെന്ന് ചെറിയ ഡൗട്ട്. ഹീറ്റ് ഇഷ്യൂ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വണ്ടി ഓവർ ഹീറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 400cc സെഗ്മെന്റിൽ തന്നെ ഇത്രയും ഹീറ്റ് കുറച്ച് കൊടുക്കുന്ന വണ്ടി ഇതാണ്. കാരണം ഇപ്പം ബാക്കിയുള്ള വണ്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് വരും. ഇത് ബാക്കിയുള്ള വണ്ടി വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഹീറ്റ് കുറവാണ്. ഇത് ലിക്വിഡ് കൂൾഡ് അല്ലേ? അത് ലിക്വിഡ് കൂൾഡ് പ്ലസ് എയർ കൂൾഡ് ആണ്. രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നത്. സോ നമുക്കിപ്പം റണ്ണിങ്ങിലായിരുന്നാൽ പോലും കാലിൽ ആ ഒരു ഹീറ്റ് അടിക്കത്തില്ല. ഓക്കെ. നമ്മുടെ മീറ്റർ അനലോഗും ഡിജിറ്റലും ചേർന്നിട്ടുള്ള അനലോഗ് മീറ്റർ ആണ് വരുന്നത്. ഇപ്പം മീറ്റർ കൺസോളിനകത്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കീ ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ കാണിക്കുന്നുണ്ട്, ABS കാണിക്കുന്നുണ്ട്. സോ പോരാതെ തന്നെ ഇപ്പോൾ ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കും ഇതിനകത്ത്. സോ വണ്ടിക്ക് അതൊരു 2.5 ലിറ്റർ പെട്രോളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് 2.5 ലിറ്ററോ അതിൻ്റെ എബോയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അത്രയും പെട്രോൾ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ക്ലിയർ ആയിട്ട് പോകാൻ പറ്റും കറക്റ്റ് കാണിക്കും. സോ നമുക്ക് അത് വെച്ചിട്ട് പമ്പ് അസൈൻ ചെയ്ത് നമുക്കൊരു റൂട്ട് മാപ്പ് സെറ്റ് ചെയ്ത് പോയിട്ട് വരാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 ലിറ്റർ ആണ്. 13 ലിറ്റർ വന്നിട്ട് നമുക്ക് E20 പെട്രോൾ വരെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് മൈലേജ് എങ്ങനെയാണ്? മൈലേജ് അപ് ടു ഒരു 28 to 30 ആണ് നോർമൽ. ഒരു ഹൈവേയിലേക്ക് ഒരു 35-നകത്ത് ആ റേഞ്ചിൽ ഡിപ്പെൻഡ് ഓൺ റൈഡിംഗ് കണ്ടീഷൻ. ഓക്കെ. ഇത് മീറ്റർ വരുമ്പോൾ ഡിജിറ്റൽ വിത്ത് അനലോഗ് മീറ്ററാണ് ഇതിനകത്ത് വരുന്നത്. സോ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. ABS നമുക്ക് ഇതിനകത്ത് സ്വിച്ചബിൾ അല്ല, എപ്പോഴും വർക്കിംഗ് തന്നെ ആയിരിക്കും. സോ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓൺ ഓഫ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പെട്രോൾ നമുക്ക് എത്ര പെട്രോളാണോ ടാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇത്ര കിലോമീറ്റേഴ്സ് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുമെന്ന് കാണിച്ചിട്ട്, സോ അത് വെച്ച് നമുക്ക് അസൈൻ ചെയ്ത് ക്ലിയർ ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. സർവീസ് വരുന്നത് ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്ററിലാണ്. 1000 കിലോമീറ്ററിലെ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 2200 അതിനകത്തേ വരത്തുള്ളൂ. സെക്കൻഡ് സർവീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 കിലോമീറ്ററിലാണ്, 16,000 വരുന്നത്. സോ ബാക്കിയുള്ള സർവീസൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു 7 to 6 months ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഈ ഒരു എമൗണ്ട് ബാക്കിയുള്ള വണ്ടികൾ വരുന്നുണ്ട്. സോ ഈ ഒരു നമ്മുടെ സ്പീഡിൽ ട്രയംഫിൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി നമുക്ക് ഇയർലി മാത്രമേ ചാർജ് ആവുന്നുള്ളൂ. സോ സർവീസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. 16
16 പിന്നെയുള്ള സർവീസ് എല്ലാം 16 ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ 1 ഇയർ ആകുമ്പോൾ ചെയ്താൽ മതി. സോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ട്രയംഫിന്റെ പ്രൊലൂബ് എന്ന് പറഞ്ഞ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സ്പെഷ്യൽ സിന്തറ്റിക് ഓയിലാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സർവീസ് പീരീഡ് ലോങ് തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയംഫ് എന്ന ഈ ബ്രാൻഡ് സ്വന്തമാക്കാൻ വേണ്ടി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മോഡലാണ് നമ്മുടെ സ്പീഡ് 400. അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കറന്റ് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 3.12 ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഫിനാൻസ് ആണെങ്കിൽ മിനിമം ഡൗൺ പേയ്മെന്റ് എത്ര വരും? മിനിമം ഡൗൺ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും. സോ ഇപ്പോഴത്തെ റേറ്റ് വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 35 to 40 റേഞ്ചിൽ വണ്ടി ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം 5 ഇയർ വരെ ചെയ്യാൻ പറ്റും. EMI സിവിൽ സ്കോർ അനുസരിച്ച്.